നമസ്കാരം. ഇന്ന് പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാകുന്നു. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. ഇന്നേ ദിവസമാണ് പാർവതി ദേവിയെ പരമശിവൻ പരിണയം ചെയ്തത് എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ ഇന്നേ ദിവസം പരമശിവന്റെ പിറന്നാളാണ് എന്നും വിശ്വാസമുണ്ട്. ഇന്നേ ദിവസം അതിനാൽ വ്രതം അനുഷ്ഠിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരം തന്നെയാകുന്നു. ഭർത്താവിന്റെ ആയുസ്സിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഇന്നേ ദിവസം സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതേപോലെ തന്നെ അവിവാഹിതരായ സ്ത്രീകൾ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കും എന്നും വിശ്വാസമുണ്ട്. ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. പല തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവരെ തേടി എത്തുന്നതാകുന്നു. പരമശിവന്റെ കടാക്ഷമാണ് ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വരുന്ന 7 ദിവസം ഈ ഫലം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രധാനമായും വളരെയധികം നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും വ്യാപാരത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. പല രംഗത്തും നിങ്ങൾക്ക് മത്സരങ്ങൾ ഉണ്ടാകും. അതിനാൽ തന്നെ ഈ മത്സരങ്ങളിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ചില പ്രായശ്ചിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. വ്യക്തിപരമായ ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അത്തരം ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സമയം. പരമശിവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന കാര്യം അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നതും ഈ സമയത്തിന്റെ ഒരു പ്രത്യേകതയാകുന്നു. ഇന്നു മുതൽ 7 ദിവസം ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളുമാണ് വന്നു ചേരുക. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ പല കാര്യങ്ങളും അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ ആ കാര്യങ്ങൾ അനുകൂലമാവുകയും ഉയർച്ച നേടുകയും ചെയ്യാം. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. എതിർപ്പുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തടയുവാൻ സാധിക്കും, പ്രതിരോധിക്കുവാൻ സാധിക്കും, മുന്നേറുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ആത്മാർത്ഥത ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ആത്മാർത്ഥതയുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് പരമശിവന്റെ കടാക്ഷത്താൽ ദിശാബോധം കൈവരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആ കാര്യങ്ങളെക്കുറിച്ച് ശരിയായി പഠിച്ച് മുന്നേറുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്യുകയാണ് എങ്കിൽ, ഭജിച്ചുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും നേട്ടം വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വീടുകളിൽ ഐക്യമില്ലാത്ത പ്രശ്നമുണ്ട് എങ്കിൽ, കലഹങ്ങളുണ്ട് എങ്കിൽ ആ കലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. യാത്രകളുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. കാരണം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് ഭഗവാന്റെ കടാക്ഷത്താൽ
വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കർമ്മരംഗത്ത് ഉന്മേഷഭരിതമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ കർമ്മരംഗത്തു നിന്നും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആത്മാർത്ഥത മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം വന്നു ചേരും. അത് നിങ്ങളെ പല കാര്യങ്ങളിലും ഉയർച്ച നേടുന്നതിന് സഹായകരമായി മാറ്റും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ദൗത്യങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായ ചർച്ചകളിൽ സമവായം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. പല വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുവാനും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ വിശിഷ്ടമായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാകുന്നു. മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ വിജയം അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. മനസ്സിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഈ സമയം ആരോഗ്യപരമായ ഉയർച്ച ഭഗവാനെ ഭജിക്കുന്നതിലൂടെ വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാനെ ഭജിക്കുകയും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യവും ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാം. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു സമയമായി തന്നെ പറയാം. ഈ സമയം ശമ്പള വർധനവോടെയുള്ള സ്ഥാനക്കയറ്റം പോലും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുന്ന ഒരു സമയം. ആത്മവിശ്വാസം ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കുന്നതാകുന്നു. കലാകായിക മത്സരങ്ങളിൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ ധനസമ്പാദനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നതാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ സമയം ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്നതും മാനസികമായ പിരിമുറുക്കങ്ങൾ കുറയും എന്നതും പ്രത്യേകതയാകുന്നു. ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമാകും. എന്നാൽ യാത്രകൾ വളരെ ശ്രദ്ധിച്ചു തന്നെ നടത്തണം എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും വിജയങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. 7 ദിവസം ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖ നക്ഷത്രക്കാർ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ കടാക്ഷം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായി മാറും. ശോഭനമായി തീരും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. അതേപോലെ തന്നെ കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് കുറയ്ക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നവീകരിക്കുവാനും വിപുലീകരിക്കുവാനും സാധിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. ബന്ധുക്കളുടെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങളെ കരുത്തരാക്കി തീർക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ദോഷങ്ങളിൽ പ്രധാനം പരാജയ ഭീതി തന്നെയാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം പെട്ടെന്ന് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ ഏത് കാര്യവും ചെയ്തു തീർക്കുവാൻ പ്രത്യേകമായ ഒരു ഉന്മേഷം നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ ഉണ്ടാകും എങ്കിലും ശ്രദ്ധ അല്പം പുലർത്തേണ്ടതാകുന്നു. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ധനനഷ്ടം ചില അശ്രദ്ധ മൂലം സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ പരമശിവനെ ഭജിച്ച് ഏത് കാര്യവും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. വരുന്ന 7 ദിവസം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു.
മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്. വരുന്ന 7 ദിവസങ്ങളിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസികമായ ഊർജം കർമ്മരംഗത്ത് പ്രതിഫലിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി വന്നു ചേരുന്ന അവസരം കൂടിയാണ് ഇത്. വിശ്വസ്തരായ വ്യക്തികളിൽ നിന്നും ചില പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ മംഗളകർമ്മങ്ങളിൽ വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തൊഴിൽപരമായി പുതിയ അവസരങ്ങൾ വന്നു ചേരും. കടബാധ്യത കൊണ്ടുള്ള വിഷമങ്ങൾ അത് തീർക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ വഴിമാറി പോകുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് ഭജിച്ച് ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. 7 ദിവസം ഈ ഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമാകും.